ഇതാരടാ? പുതിയ സ്റ്റുഡന്റാ? നീ CBSE ആയിരുന്നല്ലേ? എങ്ങനെ മനസ്സിലായി? ആ ഒരു അതിവിനയം കണ്ടപ്പോഴേ നമുക്ക് മനസ്സിലായി. അതെ സാർ. പേരെന്താ? ആകാശ്. ആകാശ് ഇരുന്നാട്ടെ. അപ്പൊ അശ്വിനെ നമുക്കപ്പോ ഹാജരെടുക്കുന്നതിന് മുമ്പേ ഇന്നലെ എവിടെയാണ് ഞാൻ പഠിപ്പിച്ച് നിർത്തിയത്? സാറേ അത് തെർമോഡൈനാമിക്സ്. അത് കഴിഞ്ഞ് കുറച്ച് പഠിപ്പിച്ചായിരുന്നു. ഒരു കാര്യം ചെയ്യും, ഒരു 2 റൗണ്ട് ഒന്ന് ഓടിട്ടോ. അപ്പം ആകാശ്, അപ്പൊ തൽക്കാലം ആകാശിന്റെ റോൾ നമ്പർ 51 ആട്ടോ. 1 2 3 വന്നില്ല. റൺ അശ്വിൻ. റൺ റൺ റൺ. അപ്പൊ നമുക്ക് ക്ലാസ്സിലേക്ക് അടക്കാം അല്ലേ? സാറേ ഓടിക്കഴിഞ്ഞ്. ഓടിയോ? മോന് കാര്യം ചെയ്യും, സ്റ്റാഫ് റൂമിൽ പോയിട്ടേ ഒരു ചോക്ക് എടുത്തിട്ട് പെട്ടെന്ന് നീങ്ങ്. അപ്പൊ ഈ പറഞ്ഞാണ് നമ്മുടെ കൈനറ്റിക് എനർജി. സാറേ അയ്യോ, വെളിയിലേക്ക് ക്ലാസ്സിൽ കയറി വാ, പഠിക്കാം. അപ്പം മോനെ അശ്വിനെ, അപ്പൊ പറ, എന്താ ഇപ്പൊ പഠിപ്പിച്ചേടെ? എന്താ പറ? എന്തോ സാറേ? അറിയില്ല. നാളെ വരുമ്പോ ഒരു 100 വട്ടം എഴുതിക്കൊണ്ടിരിക്കുക. സാറേ 100 വട്ടോ? 100 പറ്റില്ല, 1000 ആയിക്കോട്ടെ. മോനെ ഒന്ന് പറഞ്ഞു കൊടുക്കണേ. എന്റെ പൊന്നു സാറേ, ഞാനിവിടെ ഇല്ലാത്ത പഠിപ്പിച്ചു സാറേ, ഞാൻ പിന്നെ എങ്ങനെ പറയാനാ? തർക്കുത്തരം പറഞ്ഞു കഴിഞ്ഞാ 0ന്റെ എണ്ണം കൂടും. കൂട്ടണോ? വേണ്ട, 1000 എഴുതിക്കോളാം ഞാൻ. അപ്പൊ അതാണ് കൈനറ്റിക് എനർജി. അപ്പൊ നമുക്ക് 2 എക്സാമ്പിൾ നോക്കാം. ഇത് അശ്വിനെ, എന്തോ ക്ലാസ്സിൽ പഠിപ്പിച്ചോണ്ടിരിക്കുമ്പം സംസാരിക്കാൻ പാടില്ലെന്നുള്ള കാര്യം അറിയത്തില്ലയോ? സാറേ എംബോസിഷൻ എഴുതുന്ന എന്റെ നോട്ട് എവിടാന്ന് ചോദിച്ചാ. നമുക്കൊരു 2 റൗണ്ടേ ഓടിയിട്ട് ഇനി ക്ലാസ് ഇരിക്കാം അല്ലയോ? എണ്ണീറ്റ് എണ്ണീക്ക് 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 എണ്ണീക്ക്. എടാ, ഇവൻ ക്ലാസ്സിലെ നോട്ടപ്പുള്ളിയാണല്ലേ? നോട്ടപ്പുള്ളി ആണോന്നോ? സാറിന് എപ്പോഴേ അവനെ മതി. അവനെ പൊക്കി ഓടിക്കുന്നതും അടിക്കുന്നതും ഒക്കെ സാറിനൊരു ഹരം. അതുകൊണ്ട് അവനാ ഇവിടുത്തെ ഏറ്റവും വലിയ നോട്ടപ്പുള്ളി. അതുകൊണ്ടേ നമ്മളെയൊന്നും പൊക്കത്തില്ല, അവനെ തന്നെ പൊക്കിക്കോളും. സാറെ കഴിഞ്ഞ്. ഇല്ല മോനെ, ആ കിഴക്കേ മൂല ടച്ച് ചെയ്തില്ലല്ലോ. ടച്ച് ചെയ്തിട്ട് ഓടി വന്നേ. ഓടി വാച്ചല്ലേ, ഓടി ഓടോട്. മൂലയൊക്കെ ആരുണ്ടാക്കി? എടാ, ഇവനെ ഇങ്ങനെ ഓടിച്ചു കഴിഞ്ഞാലേ ഇവിടെ വീട്ടുകാരായിരുന്നു കഴിഞ്ഞാൽ പ്രശ്നമാകത്തില്ലയോ? ഇല്ല, ആ നിൽക്കുന്ന അവന്റെ അച്ഛൻ. സാറിന്റെ മോനാണ് അവൻ. DNA റിപ്പോർട്ടൊന്നുമില്ല, അച്ഛനാണ് അറിയപ്പെടുന്നത്. അശ്വിനെ നിക്കല്ലേ, ഓട് ഓട്. ആ മൂല ഓട്, ആ മൂല തൊട്ട് വാ. എടാ, നിന്റെ ലൈഫ് ഒരു വല്ലാത്ത ലൈഫല്ലേ? അതെന്ത്? അല്ല, നിന്റെ അച്ഛൻ നിന്നിട്ട് ഇങ്ങനെ കൊല്ല ചെയ്യുമല്ലോ. എടാ, സാറിന്റെ മോനാന്ന് പറഞ്ഞോണ്ടേ ദോഷങ്ങൾ മാത്രമല്ല ചില ഗുണങ്ങളും ഉണ്ട്. വൈകുന്നേരം 4 മണിയുടെ ബെല്ലം കൊണ്ട് അടിച്ചു കഴിഞ്ഞാണ്ടല്ലോ, പിന്നെ പുള്ളിക്കാരൻ കൂൾ ഡാഡിയാ. അച്ഛാ, സോറി സാറേ, മാർക്ക് വന്നു. എത്ര ഉണ്ട്? 50-41. ഫസ്റ്റ് എനിക്ക് അച്ഛാ. ഫസ്റ്റില് കാര്യമില്ല, ബാക്കി 8.5 മാർക്ക് എവിടെ പോയി? അച്ഛാ സാറേ, ടഫ് ക്വസ്റ്റ്യൻ ആയിപ്പോ അതാ. വീട്ടുകാര് പൈസ മുടക്കി പഠിപ്പിക്കുക ചുമ്മാ അല്ല. ഫുൾ മാർക്ക് എവിടെന്ന് വെച്ചാ ഫുൾ മാർക്ക് എവിടെ? തൊട്ടിൽ കൂട്ടിനുള്ളിൽ കൺമണിയേ. കിട്ടിയില്ലടാ മോനെ, ഇത് മതി. 41 ഫാസ്റ്റ് റാങ്കോ. എന്റെ മോനോ, നിനക്ക് എന്തോ കഴിക്കാൻ വേണ്ട? ഷവർമ്മയല്ല, നിനക്ക് ഷെവായി മേടിച്ചു തരും. വാ, നമുക്ക് ഈ ഫസ്റ്റ് ഇട്ടിട്ട് ചെലവേ ആദ്യമേ ക്യാൻറ്റീനിൽ പോയിട്ട് ഒരു ബോണ്ടൻ ചായ കുടിച്ചാലോ? അച്ഛന്റെ ഇഷ്ടം പോലെ. അത് കഴിഞ്ഞ് മോൻ എന്ത് ഷവർമ്മ? അല്ല, ഷവായി മേടിച്ചാന്ന് പറഞ്ഞു. അതും മേടിച്ചാലേ സിനിമയ്ക്കും പോവാ. 4 മണി കഴിഞ്ഞാൽ കൂൾ ഡാഡിയാണ്. കണ്ടോ, ഇപ്പൊ പറഞ്ഞു കേട്ടില്ലയോ, ചെറുക്കനെ സിനിമയ്ക്ക് കൊണ്ടുവന്ന്. സിനിമയ്ക്ക് കൊണ്ടുപോകും, ചെറുക്കനെ ഹോംവർക്ക് ചെയ്യാൻ സമയം കിട്ടത്തില്ല. എന്നിട്ട് നാളെ വിളിട്ട് ഓടിക്കുകയും ചെയ്യും. മാത്സിന്റെ അസൈൻമെന്റ് ഉണ്ട്. ഏത് യൂണിറ്റ് ആണെന്ന് അറിയാലോ? സെറ്റ്. അപ്പൊ സെറ്റിനെ കുറിച്ചും സബ്സെറ്റിനെ കുറിച്ചും ഒക്കെ ഉണ്ടല്ലോ. അസൈൻമെന്റ് കൃത്യമായിട്ട് എഴുതിക്കണം. സെറ്റ്. സാറേ, ബെഞ്ച് പിടിപ്പിക്കാൻ ആരെങ്കിലും വേണമായിരുന്നു. അങ്ങനെയാണെങ്കിൽ ബാക്ക് ബെഞ്ചേഴ്സ് ആരെങ്കിലും വിളിക്കാമല്ലോ. സാറേ, ബെഞ്ച് പിടിക്കാനാണോ? ബെഞ്ച് പിടിക്കാൻ. വെറുതെ ഇരിക്കുമല്ലോ. അച്ഛൻ ഓ പിടി. വേറെ ആരെങ്കിലും വേണ്ട, അവൻ മാത്രം മതി. ബൾബ് മാറണം, ബൾബ്. പോട്ടെ സാറേ. അപ്പൊ നമ്മൾ എന്തിനെ പറ്റിയായിരുന്നു പറഞ്ഞ? സെറ്റിനെ പറ്റി. എല്ലാരും സെറ്റ് അല്ലയോ? സെറ്റ്. സാറേ, ഒരു കാര്യം പറയാൻ മറന്നുപോയായിരുന്നു. നമ്മുടെ സ്കൂളിൽ നിന്ന് ടൂർ പോകുന്നുണ്ട്. എവിടാ പോണ്ടേ? നമുക്ക് ഗോകർണം വഴി ഗോവയ്ക്ക് പോവാം. പട്ടായ. സാറേ, ഹംപി. ഗുണാക്കേവ്. ആര് പേടിക്കണം, നമുക്ക് ഇഷ്ടപ്പെട്ട സ്ഥലത്തേക്ക് പോകുന്നത്.
വീഗാലാൻഡ്. എടാ മോനെ ടൂറ് പോകുന്ന വീകാരാനടാ. ഒന്ന് ലൊക്കേഷൻ മാറ്റം പറ. നീ പറഞ്ഞ കേക്കൂടാ. എടാ നിനക്കൊക്കെ എന്താടാ പറഞ്ഞേ? എടാ നീ സാറിന്റെ പോയതോളൂ. നീ പറഞ്ഞ എന്തായാലും കേക്ക്. ഒന്ന് പറയടാ. മുത്തല്ലേടാ കഷ്ടമുണ്ടോ? ക്ലാസ് സാറേ ആ മോനെ അശ്വിനെ പറ. സാറേ ആ ടൂറിന്റെ കാര്യം നമുക്കൊന്ന് സംസാരിക്കണമായിരുന്നു. അപ്പൊ ഗൈസ് ടൂറിന്റെ ഡെസ്റ്റിനേഷൻ മാറ്റിയിട്ടുണ്ട്. പകരം ഏതാ സ്ഥലം? പളനി, വേളാങ്കണ്ണി, ആറ്റാങ്കര. എന്നാ പിന്നെ ഗുരുവായൂർ ആക്കായിരുന്നല്ലേ? ആര് സംസാരിക്കല്ലേ? സംസാരിക്കാൻ എക്സാം എഴുതിക്കോ. എഴുതിക്കോ. അശ്വിൻ പേടിക്കണ്ട, ഞാൻ ഇവിടെ തന്നെ കാണും. എഴുതിയാട്ടെ. മോനെ എഴുതിക്കോ. എഴുതിയോ? അച്ഛനൊന്ന് അടുത്തുനിന്ന് മാറി എഴുതായിരുന്നു. സാറൊന്ന് മാറിയായിരുന്നു എഴുതാമായിരുന്നു. കോപ്പി അല്ലയോ? എണീറ്റോ മതി എഴുതു. എഴുതല്ലേ സാറേ? കഷ്ടം സാറേ. സാറേ ഇനി ആവർത്തിക്കും സാറേ. നീ വിചാരിച്ചാൽ എന്നെ രക്ഷപ്പെടുത്താൻ പറ്റുള്ളൂ. നിനക്കാകുമ്പോ സ്റ്റാഫ് റൂമിൽ എപ്പോഴും പോയി കയറാലോ. നീ അച്ഛൻ്റെ അടുത്ത് പോയിട്ട് ആ കോപ്പി എഴുതിയ പേപ്പറുള്ളൂ, അത് മാത്രം ഒന്ന് മാറ്റി തന്നെ. ഞാൻ തോറ്റാലും കുഴപ്പമില്ല, അത് നീ ഒന്ന് മാറ്റി തട. കഷ്ടമുണ്ടോ? കാല് പിടിക്കാൻ എന്തുകൊണ്ടും ചെയ്യാം. എടാ അച്ഛൻ അറിഞ്ഞാൽ മൊത്തം സീനാവൂടാ. എടാ വീട്ടിലറിഞ്ഞ സീനാവിടെ. എന്റെ കാര്യം തീരോടാ. കഷ്ടമുണ്ടോ? നീ ഒന്ന് സെറ്റ് ആക്കണോ? ഒരു സീൻ ആവത്തില്ല. നീ പോയി അങ്ങ് എടുത്താൽ മതി. പ്രശ്നമൊന്നുമില്ല. അങ്ങനെയാണെന്ന് നോക്കാം. ഉറപ്പൊന്നും പറയുന്നില്ല. ഉറപ്പൊന്നും പറ. നീ ചെയ്താൽ മാത്രം മതി. ഉറപ്പൊന്നും വേണ്ട കേട്ടോ. ഒറ്റൊരുത്തിന് വേണ്ടി. ആ സാറേ സസ്പെൻഷൻ കൊടുത്തേ പറ്റൂ. സാറേ സാറിന്റെ മോനല്ലയോ? അതെനിക്കറിയണ്ട. സാറുമാര് മാത്രം കയറുന്ന സ്റ്റാഫ് റൂമിൽ കയറിയിട്ട് ഞാൻ ഇരിക്കുന്ന സീറ്റിന്റെ മണ്ടയ്ക്ക് വെച്ച പേപ്പർ എന്നോട് പോലും ചോദിക്കാതെ എടുത്തുകൊണ്ട് പോയി കൂട്ടുകാരന് കൊടുത്തേക്കുന്നു. സാറാണെ ക്ഷമിക്കുവോ? ഞാൻ ക്ഷമിക്കത്തില്ല. സസ്പെൻഷൻ കൊടുത്തേ പറ്റൂ. സാറിന് പറ്റത്തില്ലെങ്കിൽ ഞാൻ റിപ്പോർട്ട് ചെയ്യും. കൊടുക്കാം. പേപ്പർ എടുത്തോണ്ട് പെട്ടെന്ന് വാ. ഈ പേപ്പർ നോക്കിയാലും നിന്റെ അച്ഛൻ അറിഞ്ഞിട്ടുണ്ട്. എനിക്ക് സസ്പെൻഷനുമായിട്ട് വരുന്നുണ്ട് അങ്ങേര്. സസ്പെൻഷനോ? കുറച്ചാൾ അശ്വിനെ വീട്ടിരിക്കട്ടെ. എന്താ പറ്റി? ലോങ് ബെൽ അടിക്കാന്? സാറേ സ്ട്രൈക്കാ സ്കൂൾ വിട്ട്. സാറേ സാർ ഉണ്ടാക്കിയോണ്ട് സസ്പെൻഷൻ കൊടുക്ക്. കൊച്ചു പിള്ളേർക്ക് സസ്പെൻഷനോ? എനിക്ക് നാണോ ഇല്ലയോ? അവരെ പറഞ്ഞ് മനസ്സിലാക്കണം. മോനെ ചെയ്യില്ല കേട്ടോ, ആവർത്തിക്കരുത്. ഒരു ബോണ്ട ചായ കുടിച്ചാലോ? തൊട്ടിൽ കൂട്ടിനുള്ളിൽ കൺമണിയേ